പേഴ്സണലി നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് എന്തായാലും തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു പടമാണ്. കാരണം ഇതിനകത്ത് എല്ലാവരും കിടലും നല്ല അടിപൊളി പെർഫോമൻസുകൾ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അർജുൻ അശോകൻ ഉണ്ട്, ഇതിനകത്ത് സിദ്ധാർത്ഥ് ഭരതനുണ്ട്, നമുക്ക് പിന്നെ വേറെ ലെവലായിട്ടുണ്ട്. പിന്നെ അമാൽഡ എന്ന് പറഞ്ഞ ആക്ട്രസ് ഉണ്ട്, പിന്നെ മണികണ്ഠൻ ആചാരി, എല്ലാവരും നല്ല ഒന്നിനൊന്ന് അടിപൊളി നല്ല പെർഫോമൻസ് ആയിരുന്നു. നല്ലൊരു ക്വാളിറ്റി മേക്കിംഗ് ആണ്, നല്ലൊരു സ്റ്റോറി ഉണ്ട്. നല്ല ത്രില്ലർ അല്ലെങ്കിൽ പോലും നമുക്ക് ആ ഒരു സീറ്റഡ്സ് രീതിയിലുള്ള ഒരു ഫീലാണ് നമുക്ക് കിട്ടുക. നമ്മളങ്ങനെ അധികം എക്സ്പ്ലോർ ചെയ്യാത്ത ടൈപ്പ് ഓഫ് ഹൊററിൻ്റെ വേറൊരു ജോണറാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ പോലും നല്ല നല്ല അടിപൊളിയായിട്ട് ഇവർ എടുത്തു വെച്ചിട്ടുണ്ട്. ആ ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റിയും ആർട്ടിൻ്റെ ഫുൾ എഫേർട്ട് ഇതിനകത്ത് കാണാനുണ്ട്. നല്ല അടിപൊളി പടമാണ്, തിയേറ്ററിൽ തന്നെ എന്തായാലും കാണും. താങ്ക് യു. ഗംഭീര സിനിമ. ഇതുപോലൊരു സിനിമ അനുഭവം നമ്മുടെ ജീവിതത്തിലില്ല. മമ്മൂക്ക മാത്രമല്ല ഇതിനകത്ത്, ഹരീഷ് അശോകന്, സിദ്ധാർത്ഥ ഭരതൻ. ശരിക്കും സിദ്ധാർത്ഥ ഭരതനൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുക. മമ്മൂക്കയെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കരിയർ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞു പോകും. ഒരുപക്ഷെ മറ്റേ മുരുകുന്നത് അഹമ്മദ് ഹാജി അല്ലെങ്കിൽ വിധേയനിലെ പട്ടേൽ, അതിനൊക്കെ മുകളിൽ വെക്കാവുന്ന ഒരു പെർഫോമൻസ്. ശരിക്കും ഞാൻ പറയുകയാണ്, ഈ കൊടുമൺ പോറ്റിക്ക് വട്ടം വെക്കാൻ ഒരു കഥാപാത്രം ഇന്ത്യൻ സിനിമയിൽ കാണത്തില്ല. ആ സൗണ്ട് മോഡുലേഷനിലായാലും പെർഫോമൻസിലായാലും എല്ലാം കൊണ്ടും ഗംഭീരം. പിന്നെ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തുടക്കം മുതൽ ക്ലൈമാക്സ് വരെ ശ്വാസം അടക്കി പിടിച്ചിരുന്നതാണ് കാണുന്നത്. ഇൻ്റർവെല്ലൊന്നും ആകല്ലേ എന്ന് പോലും ആഗ്രഹിച്ചു പോയി. കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇതൊരു ദൃശ്യവിസ്മയമാണ്. ഈ സിനിമ കളർ പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും സൂഹിക്കണമെന്നില്ല. ഗംഭീരമാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അന്തസ്സോടെ കാണിക്കാം ലോകത്തിന് മുമ്പ്, അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ കാണിക്കാം, അല്ലെങ്കിൽ ലോകത്തിന് മുമ്പിൽ കാണിക്കാം. ഇതാണ് നമ്മുടെ സിനിമ. കാരണം ടെക്നോളജി, സൗണ്ട് ആയാലും സൗണ്ട് ഡിസൈനിങ് ആണെങ്കിലും മറ്റേ ഛായാഗ്രഹണം, BGM എല്ലാം ഒന്നിനൊന്ന് വെച്ചാൽ ഇതിനകത്ത് കുറ്റം പറയാനൊരു ഘടകമില്ല. ഗംഭീര സിനിമ, നല്ല സിനിമയാണ്. വളരെ വ്യത്യസ്തമായൊരു സിനിമയാണ്. വളരെ നല്ല സിനിമ. മമ്മൂക്ക, അർജുന അശോകനും എല്ലാവരും നല്ല പ്രകടനമാണ് ഈ പടത്തിൽ കാഴ്ചവെച്ചത്. സിദ്ധാർത്ഥ ഭരതനെയൊക്കെ എടുത്തു പറയണ്ട, എല്ലാവരും നല്ല അഭിനയമാണ് കാഴ്ചവെച്ചത്. നല്ല സിനിമ. സൂപ്പർ, ഒരു വെറൈറ്റി അനുഭവമായിരുന്നു. നന്നായിട്ട് നമ്മൾ പഴയ കാലത്തിലേക്ക് പറയേണ്ടത് തന്നെ പറയാം. കാരണം ഇതിൽ അഭിനയിച്ചിരുന്ന കഥാപാത്രങ്ങൾ ഇപ്പോൾ സിദ്ധാർത്ഥ്, മമ്മൂക്കയുടെ പിന്നെ നമുക്ക് പറയണ്ട, മമ്മൂക്കയുടെ കുറേ കണ്ടു കഴിഞ്ഞ് ഇനി എന്താണ് ഇനി അദ്ദേഹത്തിൻ്റെ അഭിനയം കാണാനുള്ളത്. ഇനി വേറെയൊക്കെ എനിക്കൊന്ന് വേറെ കഥാപാത്രമൊക്കെ ചെയ്യേണ്ടി വരുന്നു. കാരണം നമ്മൾ മനസ്സിൽ കണ്ട ഇതേപോലത്തെ ഒരു കഥാപാത്രം ഒരു രക്ഷയില്ല. കാരണം അത്രയും മമ്മൂക്കയുടെയൊക്കെ എന്താ അഭിനയങ്ങളുണ്ട്. ആ ഇരിപ്പും നടപ്പും ഭാവവും അദ്ദേഹത്തിൻ്റെ കണ്ണുകളും പല്ല് വരെ അതിൻ്റെ അകത്ത് നമുക്ക് അഭിനയം എന്ന് പറയാം ഇല്ലേ. അത്രയ്ക്ക് അത് കാണുന്ന വരുന്നുണ്ട് കാരണം തിയേറ്ററിൽ. കാരണം എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. 4 കഥാപാത്രങ്ങളുള്ളു. പക്ഷേ ഡയറക്ടർ ഇങ്ങനെ എന്ത് കാസ്റ്റിങ്ങാണ് ചെയ്തേക്കുന്നത്. സിദ്ധാർത്ഥ ഭരതനൊക്കെ നമ്മൾ വിചാരിക്കുന്നവരൊന്നുമല്ല. ഭരതൻ ചേട്ടൻ ഡയലിൽ കാണുന്നത് കേൾക്കുന്നത് അദ്ദേഹത്തിൻ്റെ അമ്മയപ്പനും പറയാനില്ല. അത്രയ്ക്കും പെർഫെക്റ്റ്. നമുക്ക് അത്രയ്ക്കും ഒരു എക്സ്പീരിയൻസാണ് നമുക്ക് കിട്ടിയത് തിയേറ്ററിൽ. ഭൂതകാലം ഡയറക്ട് ചെയ്ത സംവിധായകന്റെ സിനിമ തിയേറ്ററിൽ വരുന്നു, അതും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇങ്ങനെ വരുമെന്ന് ചോദിച്ചാൽ ഇങ്ങനെ അവർ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ജനങ്ങൾ. ഇപ്പോൾ എന്തായാലും ജനങ്ങൾ അംഗീകരിച്ചിട്ടുള്ള കാര്യം പെർഫെക്റ്റ്. കാരണം ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു ഷോ കഴിഞ്ഞേ ഉള്ളൂ. എന്തായാലും ഇത് തിയേറ്ററിൽ നിന്ന് തന്നെ വന്ന് എല്ലാവരും കാണണം. തിയേറ്ററിൽ നിന്ന് തന്നെ വന്ന് കണ്ടാൽ ഈ സിനിമയെ കുറിച്ച് നമ്മൾ ഈ മറ്റുള്ളവർ പറഞ്ഞ ഒന്നും കേൾക്കണ്ട. ഞാൻ മറ്റുള്ള ആളുകൾ പറയുന്നതിനെ കുറിച്ചല്ല എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞത്. എന്തായാലും ഇത്രയും ജനങ്ങളും ഇത്ര ആളുകളൊക്കെ കണ്ട് ഇപ്പം ഇത്ര മണിക്കൂറുകളായിട്ടുള്ളൂ. എന്തായാലും നല്ലൊരു 100ൽ 100 തന്നെ, 101 കൊടുക്കാൻ പോകും. എന്തായാലും അതിൻ്റെ ആ ലൊക്കേഷനും ഇതിൻ്റെ ഇത് ആർട്ടും ഒക്കെ എല്ലാവരും